അങ്ങനെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽസിൻ്റെ സെക്കൻഡിലേക്ക് കടന്നു. ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം വൻ ഹൈപ്പോട് കൂടി നടന്ന ഒരു മാച്ച്. ആ ഒരു മാച്ചിൽ വീണ്ടും റയൽ മാഡ്രിഡ് തോറ്റു. 2-1 അവർ തോറ്റത്. അതായത് അഗ്രിഗേറ്റ് 5-1 ഒരു ഡിഫറൻസോട് കൂടിയാണ് ഈ ഒരു ആർസണൽ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിൽ PSG ആണ്. PSG എന്ന് പറയുന്ന ടീം ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുമെന്ന് തോന്നുന്നു. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോക്ക് എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. പിന്നെ ഈ ഒരു മാച്ചിൽ ഈ ഒരു എംബപ്പയ്ക്ക് ഒരു സീരിയസ് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ശരി, ആ ഒരു മാച്ച് റയൽ തോറ്റു. ഹൈപ്പിന് മാത്രമുള്ള റിസൾട്ടൊന്നും കണ്ടില്ല. ഇനി ഇന്റർ വേഴ്സസ് ബയൺ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ ഇന്റർ മിലാനാണ് വിൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ലെഗിൽ അവർ 2-1 ഒരു ലീഡ് നേടുകയും സെക്കൻഡ് ലെഗിൽ 2-2 സമനില നേടിയിട്ടാണ് ഇവർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്റർ മിലാൻ എന്ന് പറയുന്ന ടീം അവർ മെയിനായിട്ട് 3 കാര്യത്തിലാണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. 1, അവരുടെ മിഡ്ഫീൽഡ് നല്ല ക്രിയേറ്റീവാണ്. 2, അവർക്ക് നല്ല ലെഗ് ഫാക്ടേഴ്സ് ഉണ്ട്. 3, അവർ ക്ലിനിക്കലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ടോപ്പായിട്ട് അവർ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ബാസ ഈ ഒരു ടീമിനെതിരെയാണ് സെമി ഫൈനലിൽ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാസക്ക് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ബാസ നല്ല രീതിയിൽ അവെയർ ആയിരിക്കണം, കിട്ടിയ ചാൻസ് കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ബോൾ പൊസഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടീമിനെ തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ബാസ വേഴ്സസ് ഡോർട്ട്മണ്ട് എവേ മാച്ച് നടന്ന പോലത്തെ പെർഫോമൻസ് ബാസ മുന്നോട്ട് വെക്കരുത്. അതായത് ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ, അതേപോലെ തന്നെ സെറ്റ് പീസ് എടുക്കുന്ന സമയത്ത് യാതൊരു രീതിയിലുള്ള അവയർനെസ് ഇല്ലാതെ പെർഫോം ചെയ്ത പരിപാടി നിർത്തുക. എന്നിട്ട് നല്ല രീതിയിലുള്ള അവയർനെസ് മുന്നോട്ട് വെച്ചിട്ട് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ബാസ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചിനകത്ത് ബാസ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. നടക്കില്ല എന്നെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ബാർസ, PSG, ആർസണൽ, അതേപോലെ തന്നെ ഇന്റർ മിലാൻ, ഈ 4 ടീംസാണ് ഇപ്പോൾ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ സെമി ഫൈനലിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ച്. അപ്പോൾ ആ ഒരു മാച്ചിൽ ബാസ എത്രത്തോളം പെർഫോം ചെയ്യുമെന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.